ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഡ്രീം ടു പാഷൻ. അങ്ങനെ നമ്മളെ ടീമിനെ വന്നിട്ട് ഞാൻ താമസിക്കുന്നത് നമ്മളെ ഡിസ്കവറി ഗാർഡൻ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏതാണ്ട് വന്നിട്ട് രാത്രി ആയിട്ടുണ്ടായിരുന്നു ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി തുടങ്ങുവാണ്. ആക്ച്വലി ഇവിടെയുള്ള ട്രീസും അതേപോലെ നമ്മളിപ്പോൾ സ്വിമ്മിംഗ് പൂളിൻ്റെ അടിയത്താണുള്ളത്. അപ്പോൾ ലിഡിയൊക്കെ വന്നിട്ട് നമ്മളെ ഗാർഡൻസിലെ സ്വിമ്മിംഗ് പൂളൊക്കെ കാണുന്നുണ്ടാണ്. നമ്മൾ സ്വിമ്മിംഗ് പൂളിൻ്റെ ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ ഇന്ന് നമ്മൾക്ക് ഒരു കാര്യം എടുത്ത് പറയുന്നുണ്ട്. നമ്മളെ ലിഡിയ വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ വ്യത്യസ്തമായിട്ട് ഈ പ്രാവശ്യം ഒരു പുതിയ ഷൂ വാങ്ങിച്ചിട്ടുണ്ട്. യെസ്, ഇതാണ് നമ്മളെ ലിഡിയ നമ്മളെ ഫസ്റ്റ് വന്ന് സാലറി വാങ്ങിച്ച ശേഷം ഫസ്റ്റ് വാങ്ങിച്ചിട്ടുള്ള ഷൂ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. യോ ഞാനിടും. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ വന്നിട്ട് നമ്മളെ അർഷിത് വന്നിട്ട് അത്യാവശ്യം ഒന്ന് വൈറലായിട്ടുണ്ടായിരുന്നു. അർഷിത് എടാ ഒന്ന് പറഞ്ഞ അതിന്റെ സത്യാവസ്ഥ ഒന്ന് പറഞ്ഞു കൊടുത്തടാ. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ വന്നിട്ട് നമ്മളെ അർഷിത് അത്യാവശ്യം ഒന്ന് വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അർഷിത് ഒരു ജോബിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലടാ, സത്യത്തില് നമ്മള് വീഡിയോയിൽ എല്ലാവരും ചോദിക്കുന്നുണ്ട്. ആക്ച്വലി നീ വാക്കിംഗ് നൈറ്റ് CV കൊടുത്തിട്ടാണല്ലോ നിനക്ക് ജോലി കിട്ടുന്നുണ്ടായിരുന്നത്. അപ്പം നീ ഏത് ഫീൽഡാണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. മെഡിക്കൽ ഏത് മെഡിക്കലിൽ? ഫാർമസീൻ്റെ സ്റ്റോറിൽ. ഓക്കെ. അപ്പോൾ അത് എല്ലാവരും ഇങ്ങനെ നമ്മളെ വീഡിയോയിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഏത് ഫീൽഡാണ് ആൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫീൽഡിൻ്റെ കാര്യം മാത്രം പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അളിയൻ്റെ വീഡിയോ വന്നിട്ട് വൈറലാട്ടോ, വൈറൽ. അപ്പൊ അതിനിടയ്ക്ക് വന്നിട്ട് നമ്മളെ ലിഡിയന്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. റെഡി 1 2 3. ലിഡിയ വന്നിട്ട് ലിഡിയ മതിയടോ. ലിഡിയ വന്നിട്ട് ഇന്ന് അത്യാവശ്യം നല്ല മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. മുഖത്തുള്ള പോസൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ നാട്ടിൽ നിന്ന് ഇറക്കിയിട്ടുള്ള മേക്കപ്പ് കിറ്റിൻ്റെ അതിലുള്ള സാധനമൊക്കെയാണ് ലിഡിയ ആയിട്ടുള്ളത്. ലിഡിയ നല്ല അടിപൊളി ലുക്ക്. അടുത്തതായിട്ട് ഫോട്ടോ എടുക്കുന്നത് റോഡിൽ ഇരുന്നുകൊണ്ടാണ്. ഇതിനു മുമ്പിലായിട്ട് ആരെങ്കിലും ഒരു തുണി വിരിച്ചു കൊടുത്തിട്ട് 1 രൂപ 2 രൂപ ഇടുകയാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള നോട്ട് തുട്ടുകൾ തുണിയിലേക്ക് വിടുന്നതായിരിക്കും. അങ്ങനെ നമ്മളെ സ്വിമ്മിംഗ് പൂളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളിതാ നമ്മളെ ഗാർഡൻസിന്റെ ഉൾഭാഗത്തുള്ള ഏരിയയിലേക്കാണ് പോകുന്നത്. എങ്ങനെയുണ്ടടാ? ഫുള്ള് ട്രീസ്, അതിന്റെ നടുക്ക് ഒരു സ്വിമ്മിംഗ് പൂള്. ഫാമിലി ഒക്കെ ആണ്. എങ്ങനെയുണ്ട്? ഇപ്പൊ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ? യെസ്, ഇവിടെ വന്നിട്ട് ഒത്തിരി കുട്ടികളൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാഴ്ചയൊക്കെ നമുക്കിവിടെ കാണാം. ഗ്ലോഡി എടാ അർഷി, ഗ്ലോഡി ഇപ്പൊ ആരും ഇല്ലെങ്കിൽ ഇതിനെ വെള്ളം കയറിയിട്ടൊന്ന് ഒരു പ്രാവശ്യം 100 രൂപനും ആ ഊഞ്ഞാലിലൊന്ന് കയറും. അങ്ങനെന്താ നമ്മളിതാ വീണ്ടും വന്നിട്ട് നമ്മളെ ഗാർഡൻസിന്റെ ഇൻസൈഡ് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന് നമ്മളെ ട്രീയുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെച്ചുകൊണ്ട് ഇവർ വന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ ഷെബിനളിന്റെ തീവ്രമായ ഫോട്ടോഷൂട്ടാണ് നമ്മുടെ മുമ്പിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അത് ആ ഒരു ഫോട്ടോഷൂട്ടിന് മുൻപാകെ ലിഡിയുടെ കാൽച്ചുവടുകൾ നീട്ടിക്കൊണ്ട് ആ കൈവിരലുകൾ മുമ്പോട്ട് കാട്ടിക്കൊണ്ട് ചിരിച്ചാ പോയി. ലിഡിയ അപ്പൊ നീ ചിരിച്ചാ കൊള്ളത്തില്ലെന്ന് പറയുന്നത്. ഇന്ന് വന്നിട്ടടാ നല്ല ആർക്ക് മറ്റേ അമ്പിളിയമ്മ നോക്ക്. അമ്പിളിയമ്മ ഇതാണ് അമ്പിളിയമ്മ. അടിപൊളി.
എങ്ങനെയുണ്ടോ മൊത്തത്തിൽ ക്ലൈമറ്റ് വൈസ് തന്നെ ചെറിയൊരു തണുപ്പൊക്കെ അല്ലേ മറ്റുള്ള ഭാഗത്തിനേക്കാളും നിങ്ങൾക്ക് ഇവിടെ? നാട്ടിലെ പാർക്കിലൊക്കെ പോയുള്ള അല്ല ചൂടും കുറവുണ്ട്. ചൂട് കുറവല്ല മൊത്തത്തില് അല്ലേ ഷെബി? നിങ്ങൾക്ക് എന്തോന്നിയാ ചൂടൊക്കെ ഒരു കുറവ് പോലൊന്നുമില്ല ഇവിടെ? ഇല്ല ഇല്ലല്ലോ. അവിടുത്തെ അത്ര ചൂടോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതാണ് ഇവിടുത്തെ ഇത്രയും ട്രീസും കാര്യങ്ങളോണ്ടുള്ള എഫക്റ്റ് ആണത്. ഞാൻ ശരിക്കും പറഞ്ഞാല് ഒരു 5 വർഷത്തിനിടയ്ക്ക് ഇവിടെ താമസിച്ചിട്ട് ഞാൻ അൽനാദയിൽ വന്നില്ല കിസേസ്. എനിക്ക് അവിടെ സെറ്റാകുന്നേ ഇല്ല. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതായി കഴിഞ്ഞാൽ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ഇതാ ഇതിൻ്റെ ഇടക്കൂടെ എല്ലാം ഒന്ന് നടന്നു കഴിഞ്ഞാൽ ഒന്ന് കൂൾ റിലാക്സ് ആയിട്ട് നമുക്ക്. പക്ഷെ അവിടെ അതെന്താടി നിനക്ക് മനസ്സിലായേ? നല്ല കളക്ഷൻ. അളിയൻ വേറെ ലെവലാ. ഗ്ലോഡി നല്ല കളക്ഷൻ. അളിയൻ വേറെ ലെവലാ. ഇതൊക്കെ പരിപാടിയാ. അല്ല ഇന്ന് അളിയന്റെ ട്രീറ്റ് ആണോ? എഞ്ചിനീയർ അളിയന്റെ ട്രീറ്റ് ആയിരുന്നു. ഇതാ നടുനിൽക്കുന്ന ഈ അളിയൻ. ആ സെബാന്റെ ചെലവ് സെബാൻ പറഞ്ഞോണ്ട് നാട്ടിൽ പോകുന്നോണ്ട് ഇനി ചെലവ് കിട്ടൂല എന്ന് ലിഡിയ പ്രത്യേകം എടുത്തു പറഞ്ഞു. ജാക്ക് റോസും അങ്ങനത്തെ കൊറേ ഉണ്ടോ ഇവിടെ? എടാ ഇതേണ്ടാ ഈ സ്വിമ്മിംഗ് പൂളില് ഈ സെക്ഷനില്ല. ഇതില്ല ഇത് വന്നിട്ട് ചെറിയ കുട്ടികളത്. ഇത് ചെറിയ കുട്ടികളത്, അപ്പുറത്തത് വലുത്. യെസ്, അങ്ങനെ ഗാർഡൻസിലെ കാഴ്ചകൾക്ക് ശേഷം നമ്മളെ ഫുൾ ടീമായിട്ട് നമ്മളെ പപ്പാസ് എത്തിയിട്ടുണ്ട്. അളിയാ ലൈറ്റ് ഓഫ് ആക്ക്. അടിച്ച് കേറി വാ. പോരി. യെസ്, അങ്ങനെ നമ്മൾ പണ്ട് വ്ളോഗൊക്കെ ചെയ്തില്ല നമ്മളെ പപ്പാസ്.